എടുക്കുമ്പം ഇതിനൊക്കെ പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ കുക്ക് ചെയ്യണ്ടേ. അത്തിച്ചാറ് മണക്കണം മണക്കണം. ഹായ് ഹലോ, വെൽക്കം ടു അവർ ചാനൽ ഡേയ്സ് ഓഫ് ലിവിങ്. അപ്പോൾ നമ്മുടെ ഡേയ്സ് ഓഫ് ലിവിങ്ങിൽ നമ്മുടെ ലിറ്റിൽ തിങ്സിൽ ഇന്ന് നമ്മുടെ കുക്കിംഗ് തിങ്സ് ആണ് കേട്ടോ. അപ്പോൾ അർജൽ കുഞ്ചൂട്ടനാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാതെ അരിവാളൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്തിനാണോ എന്തോ, നമുക്ക് അരിവാളൊന്നും വേണ്ട. അപ്പോൾ വെക്കേഷൻ തീരാറായി ആക്ച്വലി. അപ്പോൾ നമുക്ക് തനിയെ കുക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് നമ്മൾ ഇന്ന് എന്താ കറി വയ്ക്കാൻ പോകുന്നത് അറിയില്ല. അപ്പോൾ ആക്ച്വലി നമ്മൾ മത്തി കറി വെക്കാൻ, ചാള കറി വെക്കാൻ പഠിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പറ, വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് തുടങ്ങാം. എന്താ നമ്മൾ കറി വെക്കാൻ പോകുന്നതെന്നല്ലേ? നമ്മളൊരു എന്താ മൺചട്ടി വെക്കുക. മൺചട്ടി സ്റ്റൗവിലേക്ക് വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. മൺചട്ടി സ്റ്റൗവിലേക്ക് വെക്കാൻ പോവുകയാണ്. ആദ്യം ലൈറ്റ് കത്തിച്ചിട്ട് വേണം മൺചട്ടി വെക്കാൻ. ഇനി വെക്ക. മൺചട്ടി വെച്ചു, കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചു. ഓക്കെ, അപ്പൊ മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുന്ന സമയത്ത് ഓൾറെഡി ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ അരിഞ്ഞ് വെച്ചേക്കുന്നത്? വെളുത്തുള്ളി ഇതിലേതാ? വെളുത്തുള്ളി, ഗാർലിക്, ഇഞ്ചി, ജിഞ്ചർ, ഇഞ്ചി ഇത്, പിന്നെ ഉള്ളി, സ്മോൾ ഓണിയൻ, കറിവേപ്പില, കറി ലീവ്സ്, ഇതെന്ത് പുളിയാണെന്ന് അറിയില്ല. കൊടംപുളി, അതായത് നമ്മുടെ നാട്ടിൽ ഇതിന് തോട്ടുപുളി എന്ന് പറയും. മഞ്ഞ കളറില് നമ്മളിത് നമ്മുടെ വീട്ടിലില്ലേ, ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പം ആ മഞ്ഞ കൊടംപുളിയാണ് ഈ കറുത്ത രൂപത്തിൽ വരുന്നത്, കൊടംപുളി. പിന്നെ പച്ചമുളക്, ഗ്രീൻ ചില്ലി. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ എന്താണ്, മത്തി. നോർമൽ കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. നമ്മളിന്ന് സ്പെഷ്യലായിട്ടൊന്നും വെക്കുന്നില്ല, പക്ഷെ കുഞ്ചൂട്ടൻ വെക്കുന്ന കറി അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമ്മുടെ ചട്ടി ചൂടായി പുകയൊക്കെ വന്നു തുടങ്ങി. അപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇനി എന്താ ഫസ്റ്റ് ഒഴിക്കണ്ടേ? എണ്ണ എടുത്തോ, എണ്ണ. അപ്പം ഓയില് നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒഴിച്ചോ, കറക്കി ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതൊന്ന് കറക്കി നമ്മൾ ചെറിയ ഒഴിച്ചു. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കും. ഇത് ഞാൻ ചെയ്ത് തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ, കുറച്ചൊന്ന് കൂട്ടി വെക്കാം. ഫസ്റ്റ് നമുക്ക് കടുക്, മസ്റ്റാർഡ് ഇടാം കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്, പുക വരുന്നുണ്ട്. ആയിട്ടോ, കടുക് താഴെ കളയരുതെന്ന് പറയും പണ്ടുള്ള കാരണവന്മാർ. കടുക് താഴെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ കുടുംബകലഹം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉലുവയുടെ അതെന്താന്ന് വെച്ചാൽ ചിലപ്പോൾ പറയുന്നതായിരിക്കും, ഉരുവിട്ട് വേഗം ആട്ടെ, പെട്ടെന്ന് ചെയ്യണം. കൈ ഇങ്ങനെ പെട്ടെന്ന് നല്ല മെഴുക്കത്തോടെ അതുപോലെ അടുപ്പിലോട്ട് അടുപ്പിച്ച് വെച്ചാൽ അത്രയും വേണ്ട. ഇച്ചിരി കൂടുതല, കുഴപ്പമില്ല. കുരുമുളകല്ല, കടുകിൻ്റെ അത്രയും ഉലുവ ഇടരുത്. ഉലുവയ്ക്ക് കയ്പ്പ് കൂടുതലാണ്. ഉലുവയുടെ ഫ്ലേവർ കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇച്ചിരി കൂടുതലാണ്, എന്താവും അറിയത്തില്ല കേട്ടോ. അപ്പോൾ കടുകിട്ടു, കടുക് പൊട്ടി. ഇനി എന്താ, കറിവേപ്പില എടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊട്ടുന്ന വകകളിടാൻ. പറഞ്ഞില്ലേ ഞാൻ, ഫ്ലെയിം കുറച്ച് വെക്കണം, ഒരകലത്തിൽ നിന്നിടണം. അതേപോലെ എന്തിടുമ്പോഴും നമ്മൾ അടുപ്പിനോട് ചേർത്ത് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കടുക് ആദ്യം ഇട്ടു, ഉലുവ ഇനി ഇത്ര ഇടരുത്, 3-4 എണ്ണ ഇടാവുള്ളൂ. പിന്നെ കറിവേപ്പില ഇട്ടു. ഇനി എന്താ ഇടണ്ടേ? ആദ്യം കൊടംപുളി ഇടും. പതുക്കെ ഇടണം. തിളച്ച എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ഇട്ടോ, മൊത്തം ഇട്ടോ. തിളച്ച എണ്ണയ്ക്കകത്തോട്ട് എപ്പോൾ സാധനങ്ങൾ ഇട്ടാലും എങ്ങനെ ഇടണം? എങ്ങനെ ഇടണം? ഇട്ട് ഇളക്കിക്ക്. നമ്മൾ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുക കേട്ടോ. അതുപോലെ കയ്യെ ഒതുക്കി, എവിടെ പോവും അടുത്ത് നിന്ന് കാണാൻ, കൈ ഒതുക്കി വേണം ഇളക്കാൻ. ഇങ്ങനെ കണ്ട മാന ഇങ്ങനെ ഇളക്കരുത്.
അങ്ങനെ ഇളക്കുന്ന രീതി വരുമ്പോൾ ഇളക്കുക. ഇപ്പം നമുക്ക് കണ്ടോ ഉലുവയുടെ നല്ല മണമില്ലേ, കയ്പുണ്ടാവും മിക്കവാറും കേട്ടോ, ഇച്ചിരി കൂടുതലാണ് ഇട്ടത്. അപ്പം നമ്മളെന്താ പറഞ്ഞെടുത്തേ, കടുക് താഴെ പോകരുതെന്ന് പണ്ടുള്ള കാരണവന്മാർ പറയും. അത് ചിലപ്പോൾ താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ താഴെ വീണിട്ടുണ്ടെങ്കിൽ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ നമുക്ക് നുള്ളിപ്പെറുക്കി എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ, കടുക് ഇങ്ങനെ തെന്നി നടക്കൂല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പണ്ടുള്ളവർ പറയത്തില്ലേ കട്ടിലയിലിരുന്ന് കാലാട്ടരുതെന്ന് പറയും. അതിന് കാരണം എന്താണെന്നറിയോ, കട്ടിലയിലിരുന്ന് കാലാട്ടിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ദോഷമാണെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അതിനൊരു കാരണം പറയാനൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ പണ്ടുള്ള അമ്മൂമ്മമാരും അപ്പൂമ്മമാരും ഒക്കെ മുറുക്കി തുപ്പാൻ അവർ പുറത്ത് പോകാതിരിക്കാൻ മുറുക്കാൻ ഇതില്ലേ മുറുക്കി തുപ്പുന്ന ഇത് കോളാമ്പി, ആ തുപ്പല് കോളാമ്പി എന്ന് പറയും. ആ കോളാമ്പി കട്ടിലിൻ്റെ അടിയിലായിരിക്കും അവർ വെക്കുക. അപ്പം തുപ്പിയിട്ട് ഇങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ വെക്കും. അപ്പോൾ കാലാട്ടുമ്പോൾ അത് തട്ടി അവിടെ എല്ലാം വീഴും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടിലയിലിരുന്ന് കാലാട്ടരുതെന്ന് പറയും. അപ്പം അങ്ങനെ അന്ന് കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കാമല്ലോ, അച്ഛനും അമ്മയ്ക്ക് ദോഷമാണ് കാലാട്ടരുതെന്ന് പറയും. അപ്പം അതേപോലെ ഒരു ടോക്ക് ആവാനാണ് ഈ കടുക് താഴെ പോയാൽ കുടുംബകലഹം ഉണ്ടാവും എന്ന് പറയാൻ കാരണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അങ്ങനെ എവിടെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ പണ്ടത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയുന്നുണ്ടാവില്ല, കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ പണ്ട് പറഞ്ഞ് വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ. അപ്പം നമ്മുടെ സവാള ഇല്ലല്ലോ, ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ വഴന്ന് വരുന്നുണ്ട്. അപ്പം വഴന്ന് വരുന്ന അനുസരിച്ച് നമ്മൾ ഫ്ലെയിം കൂട്ടിയും കുറച്ചൊക്കെ വെക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ സൗകര്യം, നമ്മുടെ സെൻസുമാണ്. അതൊന്നും നമുക്ക് ആർക്കും ഇൻജെക്റ്റ് ചെയ്ത് തരാൻ പറ്റില്ല. അപ്പം അതൊക്കെ ഒരു പാഷൻ അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ടെക്നിക്ക് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇനി സവാള എപ്പോഴും വരുന്നത്, ചുവന്നുള്ളി ഇഞ്ചിയൊക്കെ ഒന്നും വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൊടിക്കൂട്ടുകൾ ഇതാ ഇതൊക്കെയാണ്. എന്തൊക്കെ പൊടികളാണ് നമ്മൾ ഇടാൻ പോകുന്നത്? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ. ഇത്രയാണ്. നമ്മൾ ഉലുവാപ്പൊടിയും കൂടി ഇടാറുണ്ട്, ഫെനുഗ്രിക് പൊടിയും കൂടി ഇടാറുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഉലുവ മുഴുവനേ ഉള്ളത് ഇട്ടതുകൊണ്ട് നമ്മളത് അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്ത് ആദ്യം മല്ലിപ്പൊടിയാണ് ഇടേണ്ടത് കേട്ടോ. മൂന്നും കൂടി ഇരിക്കുന്നതുകൊണ്ട് മല്ലിപ്പൊടി ഇടുക. എന്നിട്ടിങ്ങനെ വഴന്ന് വരുന്നതനുസരിച്ച് അതേപോലെ ഒത്തിരി ഓൾറെഡി ചട്ടി ചൂടാണ്, എണ്ണ ചൂടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അധികം കരിയല്ലോ, എപ്പോഴും തീ കുറവാണോ എന്ന് നോക്കുക. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പൊടിയിടാൻ. ഓൾറെഡി ചട്ടി ചൂടാണ്, തീയും കൂടുതലാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മല്ലിപ്പൊടി കുറച്ച് മൂത്ത് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ചൊരു കളറിനും ആ ഒരു മഞ്ഞപ്പൊടി ഒത്തിരി ആയാലും മഞ്ഞപ്പൊടിയുടെ ഒരു കുത്തലുണ്ടാവും, അത് കിട്ടും. അപ്പം മഞ്ഞപ്പൊടി നമ്മൾ ചെറുതായിട്ട് കളറിനാണ് നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഓഫ്കോഴ്സ് മഞ്ഞപ്പൊടിക്ക് കുറേ ഗുണങ്ങളുണ്ട്. അതായത് ഫുഡിലുള്ള വിഷാംശങ്ങളെയൊക്കെ മാറ്റാൻ വേണ്ടി മഞ്ഞപ്പൊടി ഒരു പരിധി വരെ സഹായിക്കും. കേട്ടിട്ടില്ലേ ഈ വിഷം, അതായത് തേള് കടിച്ചവർ അങ്ങനെ വിഷം ഉള്ള സംഭവങ്ങൾ കടിക്കുമ്പോഴത്തേനും നമ്മൾ മഞ്ഞളരച്ച് തേക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ മഞ്ഞപ്പൊടിക്ക് വിഷാംശം ഒരു പരിധി വരെ തടയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നോക്കി, ഇത് വഴന്ന് വരുന്ന നോക്കി, കൈ കൂട്ടി ഇളക്കാൻ പറയും കേട്ടോ. അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കൈ കൂട്ടി ഇളക്കാൻ പറയുന്നത് ഇങ്ങനെയാണ് കാണിച്ചത് നറുക്കെ. അതായത് ഇത് കണ്ടോ, ഒതുക്കി ഇളക്കാൻ പറയും. സൈഡിലൊക്കെ ഇരിക്കുന്നത് അവിടെ പറ്റിയിരുന്ന് അവിടെ ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കാൻ പറയും. കണ്ടോ, ഇപ്പം എല്ലായിടത്തും വെറുതെ ഇവിടെ മാത്രമായിട്ട് ഇളക്കിക്കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, നമ്മൾ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇളക്കണം. ഇപ്പം കണ്ടോ, എല്ലാ വശത്തെ സാധനങ്ങളും പറ്റിപ്പിടിച്ചിരുന്നതും ശ്രദ്ധിക്കണ്ട. പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങളും പൊടികളെല്ലാം മിക്സാവും. കണ്ടോ, ഒരു ചെറിയ ഘ്രാണം വരുന്നില്ലേ? ഘ്രാണം എന്ന് വെച്ചാൽ ഒരു ഓവർ സ്മെല്ല്. ആ സ്മെല്ല് നമ്മുടെ ഉള്ളിലേക്ക് ഇടുമ്പോൾ നമ്മുടെ തൊണ്ട കരകരപ്പും തുമ്മലും ഒക്കെ വരുമ്പോൾ അതിനെയാണ് ഭയങ്കര ഘ്രാണമുള്ള സ്മെല്ലെന്ന് പറയുന്നത്. അതെന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്മെല്ല്. അപ്പോൾ
നമ്മൾ ഒരു പ്രധാന കാര്യം വിട്ടുപോയി. പോയ കാര്യം എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഉപ്പാണ് കേട്ടോ. ഉപ്പ് നമ്മൾ ഈ പൊടി വറക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും അതൊക്കെ ഒന്ന് നന്നായിട്ട് മസാലയിലെല്ലാം പിടിക്കും. അതുകൊണ്ട് മസാല വഴറ്റുമ്പോൾ തന്നെ നമ്മൾ ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഫൈനൽ ഓരോ സ്റ്റെപ്പിൽ കുറേശ്ശെ ഉപ്പിട്ട് കൊടുക്കണം. എല്ലാം കൂടെ ഫൈനലായിട്ട് ഇടുന്നതിന് മുന്നേ ആദ്യം ഈ മസാല ആക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ മസാലയിലൊക്കെ ഒന്ന് സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഏതാണ്ട് ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പോൾ വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ തിളച്ചിട്ടുണ്ട്. തിളച്ചല്ല, ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുക. എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ മുഖം അടുപ്പിൻ്റെ കീഴിൽ മാറ്റി പിടിക്കുക. പറഞ്ഞില്ലേ, ചട്ടി ചൂടാണ്. ഓൾറെഡി ചട്ടി ചൂടാണ്, എണ്ണയുണ്ട്. പിന്നെ പൊടി ഒഴിക്കുമ്പോഴത്തേന് ഈ പൊടി മുകളിലേക്ക് പറക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വെള്ളം എന്ത് നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടാലും ഒന്ന് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് വേണം ഇടാൻ എപ്പോഴും. ഇനി വെള്ളം വേണ്ട, ആവശ്യത്തിന് വെള്ളമായി. അതായത് ആ പൊടി മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ. നമ്മളപ്പോൾ സ്പൂണിൽ പറ്റിപ്പിടിച്ചിരുന്നതൊക്കെ ആ വെള്ളത്തിൽ കലക്കി വെള്ളത്തിനകത്തോട്ട് ഒഴിക്കണം. ചിലപ്പോൾ ഞാൻ വെക്കുമ്പോഴത്തേനും കുടംപുളി വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ആ വെള്ളം ഒഴിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റായിട്ട് ഈ പുളിയായിട്ടും ഇടാറുണ്ട്. അപ്പോൾ പുളി കൂടുതലാണെങ്കിൽ ആ പുളി അങ്ങ് എടുത്ത് മാറ്റാമല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം കേട്ടോ. കുറച്ച് നേരം തിളയ്ക്കാൻ വെച്ച് കഴിയുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് തിളയ്ക്കാൻ വെക്കണം. മനസ്സിലാവണ്ട. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പ് ചെയ്ത ഒരു മീൻ കറിക്ക് ഇതുവരെയുള്ള സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് ചട്ടി വെക്കണം. ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കും. പിന്നെ എണ്ണ ഒഴിച്ച് വെറുതെ എണ്ണ തിളയ്ക്കുന്നതിന് മുമ്പ് കടുക് എടുത്തിട്ട് കടുക് പൊട്ടത്തില്ല. അപ്പോൾ കടുക് കടിക്കും നമുക്ക് കഴിക്കുമ്പോൾ. അപ്പം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കടുകിടുക. കടുക് പൊട്ടുമ്പോഴത്തേനും ഉലുവ ആദ്യം ഇടുക. ഉലുവ ആദ്യം ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഉലുവയ്ക്ക് കടുകിനേക്കാളും കുറച്ചുകൂടെ കട്ടി കൂടുതലാണ്. അപ്പോൾ ഉലുവ ആദ്യം ഇടുക. ഉലുവ പൊട്ടുമ്പോഴത്തേനും കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടുക. കറിവേപ്പിലയും കൂടെ പൊട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വറ്റൽമുളക് ഇടുന്നെങ്കിൽ നമുക്ക് വറ്റൽമുളക് ഇടാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി. കഴിഞ്ഞോ? അപ്പൊ എന്തൊക്കെയാ? പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും പിന്നെ കൊടംപുളി നമ്മൾ ഇതിന് മുന്നേ ഇടണം. കൊടംപുളിയും കൂടി ഇട്ടിട്ട് ആ എണ്ണയിലൊന്ന് വഴറ്റണം. ഒത്തിരി ഒരു ബ്രൗൺ കളർ ആവണ്ട. ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേന് എന്തൊക്കെ ഇടണം? പൊടി വക ഇടണം. ആദ്യം മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് ടെർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് അതിന്റെ കളർ ഒന്ന് മാറും. ഒത്തിരി ബ്രൗൺ കളർ ആവണ്ട. ചെറിയൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേന് എന്ത് ചെയ്യണം? വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടാ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അടുപ്പിന്റെ മുഖത്തു നിന്ന് മുഖം മാറ്റി പിടിച്ചിട്ട് വേണം ചെയ്യാൻ. മുഖം എന്നല്ല, നമ്മളെപ്പോഴും ഫസ്റ്റ്, അതായത് നമ്മൾ ഹോസ്പിറ്റൽ സേഫ്റ്റി പറയും പോലെ ഒരു CPR ഒക്കെ കൊടുക്കുന്ന സമയത്ത് സേഫ്റ്റി പറയും. അതേപോലെ തന്നെയാണ് നമ്മുടെ കുക്കിംഗ് സേഫ്റ്റി. ഫസ്റ്റ് നമ്മളെ കെയർ ചെയ്യുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ കുക്കിംഗ് ഏരിയയിൽ നിൽക്കാവുള്ളൂ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തീ ശ്രദ്ധിക്കണം. പിന്നെ നൈഫ്, കത്തികൾ ശ്രദ്ധിക്കണം. പിന്നെ പൊട്ടുന്ന ഗ്ലാസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് വേണം. അതായത് ഒരു നൈഫ് ഇപ്പം ഇങ്ങനെ, ഈ നൈഫാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുന്ന സ്പേസിലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും എടുക്കുകയാണ്, കൈ തട്ടി മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും നൈഫ് ഒന്നുകിൽ നൈഫ് ക്യാപ്പ് ഉണ്ടാവും, അത് വെക്കുക, അല്ലെങ്കിൽ നൈഫ് ഹോൾഡറിൽ വെക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഇത് മീൻകറിയുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി മീനിട്ടോ. പതുക്കെ എടുത്ത് അടുപ്പത്തോട്ട് പിടിച്ച് വേണം നമ്മളെപ്പോഴും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് എല്ലാം കൂടെ കുഴഞ്ഞിടരുത്. ഈ വെള്ളം മുകളിലേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓരോന്നോരോന്നായിട്ട് പെറുക്കി ഇടുക.
അപ്പം നമ്മൾ മീനെല്ലാം പെറുക്കി ഇട്ടിട്ടുണ്ട്. അതായത് മീനെല്ലാം എപ്പോഴും ചാറിൽ മുങ്ങിക്കിടക്കണം. മുങ്ങിക്കിടക്കുന്നത് എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളമായിരുന്നു, ചട്ടി നിറയെ വെള്ളവും അടിയിൽ മീനും അല്ല, മീനിനും ചാറിനും നികക്കെ കിടക്കണം എപ്പോഴും. ഒരിത്തിരി വെള്ളം മുകളിൽ നിൽക്കണം. മീൻ മുകളിലും താഴെ വെള്ളവും ആവരുത്. ശരിക്കും ഭാരാവാരത്തിൽ നിന്ന്, അതായത് മീൻ കിടക്കുന്നതിൻ്റെ ഒരിത്തിരി മുകളിൽ വേണം വെള്ളം നിൽക്കാൻ. അപ്പോൾ അങ്ങനെ എന്നിട്ട് തീ കുറച്ചൊന്ന് കൂട്ടി വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഇരുന്ന് പതുക്കെ വേവുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം നമ്മളൊന്ന് അതനുസരിച്ച് വെക്കുക. വെച്ചിട്ട് പതുക്കെ വെമ്പ് സ്ലോ കുക്കിംഗ് ആകുമ്പോഴത്തേന് നന്നായിട്ട് കുക്കാവുകയും ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, അതിനകത്തെല്ലാം മസാലകൾ പിടിക്കുകയും ചെയ്യും. പെട്ടെന്ന് നമ്മളൊരു സാധനം കുക്ക് ചെയ്തെടുക്കുമ്പോൾ എന്താ അവസ്ഥ, മസാല അതിനകത്ത് പിടിക്കത്തില്ല, മീൻ ഭയങ്കരമായിട്ട് വെന്ത് പോകും. അതേസമയം ഇരുന്ന് പിടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക, നമ്മൾ ഒരു കുപ്പിക്കകത്തോട്ട് വെള്ളം പതുക്കെ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, പതുക്കെ അത് നിറഞ്ഞു വരും. കുത്തി ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അവിടെ എല്ലാം സ്പ്രെഡായി പോവും. അങ്ങനെ മനസ്സിലായോ? അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. അതേപോലെ മീൻ അല്ല, നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും എപ്പോഴും ഇട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള പീസസ് എന്ത് ചെയ്യും, പൊടിഞ്ഞു പോകും. ഇപ്പം മീനിൻ്റെ അവസ്ഥയാണെങ്കിൽ മീൻ ഭയങ്കര, അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ മാംസം ഭയങ്കര സോഫ്റ്റാണ്. ആ സോഫ്റ്റിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ തവിയിട്ട് ഇളക്കുമ്പോഴത്തേനും അത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മീനിൻ്റെ ആ ഒരു സ്ട്രക്ചർ നഷ്ടപ്പെടും. നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ ആ സ്ട്രക്ചറോടെ വേണ്ടിയിരിക്കും. അപ്പോൾ അതാണ് ഇളക്കിക്കൊണ്ടിരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല തിള വന്നിട്ടുണ്ട്. കുടംപുളിയൊക്കെ ഒന്ന് പിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കാം. വേറൊരു ചേരുവയും നമുക്ക് ഇനി കൂടുതൽ അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റില്ല. ആകെ അഡീഷണൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഉപ്പ് മാത്രമാണ്. ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. വേറെ മാർഗ്ഗങ്ങളുണ്ട് വേണമെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഉപ്പ് നമുക്ക് ഇതിനകത്ത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഈ പറഞ്ഞതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി അതിനൊക്കെയാണ് കുറവെങ്കിൽ മുളക് പൊടി നമുക്ക് വേറെ സെപ്പറേറ്റ് മൂപ്പിച്ചിട്ട്, അതായത് വറുത്ത് ഇതിനകത്തോട്ട് ചേർക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എണ്ണയും കുറച്ചും കൂടെ കൂടുതൽ ഒഴിക്കാം. ഉപ്പ് ആണ് നമുക്ക് ഇടാൻ പറ്റില്ല. പിന്നെ പുളിയൊക്കെ വേണമെങ്കിൽ ഇടാം. പക്ഷെ പുളി നമ്മൾ ഇട്ടതുപോലെ ഡയറക്റ്റ് ഇടാൻ പറ്റില്ല, വേറെ മൂപ്പിച്ചിട്ടൊക്കെ വേണം ഇടാൻ. അപ്പോൾ നമുക്കിനി ഉപ്പ് ടെസ്റ്റ് ചെയ്യാം. അതേപോലെ ഇങ്ങനെ ഇളക്കാൻ പാടില്ല കേട്ടോ. ശരിക്കും ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ട്വിറ്റ് ചെയ്ത് ഇടാനേ പാടുള്ളൂ കേട്ടോ. അങ്ങനെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ അതേ ഇത് വിട്ട് പോവും. അപ്പം ടേസ്റ്റ് നോക്കാം. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് കാരണവന്മാർ വയ്ക്കുമ്പം ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ എടുത്ത് അടുപ്പിന് ചുറ്റും ഒരു 3 പ്രാവശ്യം ഒഴിഞ്ഞ് ഊതിയിട്ട് ഇങ്ങനെ അടുപ്പിൽ കളയും. നമ്മുടെ ഗ്യാസ് ആയതുകൊണ്ട് അത് പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അതേപോലെ ടേസ്റ്റ് നോക്കാൻ പിടിക്കുന്നത് ഇങ്ങനെയല്ല, ഒഴുകി അങ്ങ് പോകുമ്പോൾ എപ്പോഴും ടേസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ്, കൂടുതലല്ല. അതേപോലെ കറിക്ക് ഉപ്പ് നോക്കുമ്പം ഉപ്പും പുളിയും കുറച്ച് മുന്നേ നിൽക്കണം. കാരണം ഇതിപ്പോൾ ഇതിനൊന്നും ഉപ്പും പുളിയും പിടിച്ചിട്ടുണ്ടാവില്ല. മീനാകട്ടെ ചിക്കനാകട്ടെ എന്ത് കറിയാകട്ടെ നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴാണ് അതിനകത്തോട്ട് എന്ത് ചെയ്യുക, ഉപ്പും പുളിയൊക്കെ ഇറങ്ങി ടേസ്റ്റ് പിടിക്കുക. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കറക്റ്റ് ഉപ്പിൽ നിർത്തരുത്, കുറച്ച് ഉപ്പ് മുന്നേ നിൽക്കണം. അപ്പോൾ അത് കുഴപ്പമില്ല, കുറച്ച് ഉപ്പ് മുന്നേ നിൽക്കട്ടെ. പിന്നെ ആ ഒരു കയ്പ്പ് അത്ര അറിയാനില്ല കേട്ടോ. ഉലുവ കൂടിയപ്പോൾ കുറച്ച് കയ്പ്പ് വരുമെന്ന് പേടിച്ചു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിരുന്ന് കുറച്ചും കൂടെ വേവട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുട്ടൻ്റെ മത്തി സ്പെഷ്യൽ. അങ്ങനെ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല ചോറും മത്തിക്കറിയാണ് കേട്ടോ. ചൂട് ചോറാണേ. നമ്മുടെ മത്തി കണ്ട സൂപ്പർ മത്തിയല്ലേ, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. മത്തി മാത്രം എടുത്ത് ടേസ്റ്റ് ചെയ്ത്. മത്തി തിന്നാൻ ഇത്രയും വാ തുറക്കണം. അതായത് വാ തുറക്കുന്നതും വ്യത്യാസമുണ്ട്. ഇത്ര ഉള്ളതിന് ഇത്രയും വാ തുറന്നാൽ മതി. ചൂടുണ്ടേ, ചൂടില്ല. ഇത്ര എടുക്കുമ്പം
ഇത്ര എളുപ്പ അത്ര എളുപ്പം വാ തുറക്കുന്നതിന് വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിക്കേണ്ടതാ അല്ലേ? ശരിക്കും ഇതൊക്കെ ഒരു ക്ലാസ് വേണോ? അതൊക്കെ നമ്മൾ സാധാരണ തിങ്ക് ചെയ്ത് ചെയ്യേണ്ടതല്ലേ? ചൂടാറുന്നില്ല. അത്രയ്ക്ക് ചൂടില്ലെന്ന് ഞാൻ അത്ര ഊതി കൊടുത്തപ്പോ പറയാം അത്രയ്ക്ക് ചൂടില്ലെന്നും. നല്ല ചൂടുണ്ട്. അതിനകത്ത് നല്ല വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് എന്തുന്നില്ല മുരിഞ്ഞ് നല്ല കറിയാട്ടോ. ഫസ്റ്റ് ട്രൈ സൂപ്പറാ. അയ്യോ സാധനങ്ങളൊക്കെ എടുത്ത് പാകത്തിന് കൊടുത്ത ഞാനാണെങ്കിലും മെയിൻ അതല്ലേലും അങ്ങനെയല്ലേ സാധനം. ഇപ്പം മെയിൻ ഷെഫ് വെക്കുകയുള്ളൂ, ബാക്കിയെല്ലാം അടുപ്പിച്ച് കൊടുക്കുന്നത് അസിസ്റ്റൻസ് അല്ലേ. എന്നിട്ട് പേരെന്താ ഷെഫിന്. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം മനസ്സിലായോ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഞങ്ങളിത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ.